ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും കൊച്ചിയിൽ കപ്പൽ അപകടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ നിന്നും അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോ കടലിൽ ഒഴുകുന്നു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. തീരത്ത് വരുന്ന വസ്തുക്കളുടെ സമീപത്തേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശവും വന്നിരിക്കുന്നു. മാധ്യമങ്ങളുടെ ശ്രദ്ധയ്ക്ക് കേരള തീരത്ത് നിന്ന് അറബിക്കടലിൽ കുറച്ചുള്ളിലേക്കായിട്ട് ഒരു കപ്പലിൽ നിന്ന് കുറച്ചധികം അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കാർഗോ കടലിൽ പോയിട്ടുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല. അത് കണ്ടെയ്നർ ഷീറ്റൊക്കെ കോസ്റ്റ് ഗാർഡിന് കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇതിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്, എണ്ണയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇങ്ങനെ കേരള തീരത്ത് വന്നടിയുന്ന ഒരു കണ്ടെയ്നറും ഒരു വസ്തുവും അപൂർവമായി കാണുന്ന ഒരു വസ്തുവും സ്പർശിക്കരുത്. അത് അന്നേരം തന്നെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 112 അറിയിക്കേണ്ടതുണ്ട്. കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട് എണ്ണയും. അത്തരം ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന്. ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ചില പ്രദേശങ്ങളിലെങ്കിലും എണ്ണപ്പാട വന്നടിയാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡ് ആ സമയത്ത് നമ്മളെ അറിയിക്കും. ഈ സന്ദേശം ശബ്ദ സന്ദേശമായി പുറപ്പെടുവിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, മെമ്പർ സെക്രട്ടറി. 24/5/2025 ഈ സന്ദേശം പുറപ്പെടുവിക്കുന്നത്. MSC എൽസ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. വിഴിഞ്ഞത്ത് നിന്ന് ഇന്നലെ പുറപ്പെട്ട കപ്പൽ, കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശമാണ് കേട്ടത്. നാവികസേനയുടെ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരിക്കുന്നു. ഇതിനകത്ത് 26 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ സമയത്ത് 24 ജീവനക്കാരുണ്ടായിരുന്നു. ഈ 15 പേർ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന്, വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നവമി, ഏത് തരത്തിലുള്ള ഒരു ജാഗ്രത കൂടിയാണ് അവിടെ ഉള്ളത്? രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുണ്ടോ? ഈ 15 ജീവനക്കാരാണ് അതിനകത്തുള്ളത് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരം? അപർണ, MLC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചി തീരത്തിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചത്. ഇതിലാകെ 24 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 15 പേരെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. 9 പേരെ രക്ഷിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ കടലിൽ വീണ ഈ വസ്തു, അതിൽ മറൈൻ ഓയിലാണ് ഉണ്ടായത്. ഈ കാർഗോയിൽ മറൈൻ ഓയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ജാഗ്രത നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും. ഇതിൽ തൊടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് തീരത്തടിയുകയോ ചെയ്താൽ ജനങ്ങൾ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണം. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള വസ്തുവാണ് അതിലുള്ളതെന്ന് കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത നിർദ്ദേശം കൂടി കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. ഈ കപ്പലിലേക്ക് വന്നാൽ ഇതിൽ ഉള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാവികസേനയുടെ ഹെലികോപ്റ്റർ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പും നേവിയും ഒക്കെ ആ സംഭവ സ്ഥലത്തെത്തി ഈ ബാക്കി 15 പേരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ രക്ഷാ ജാക്കറ്റ് ഒക്കെ ഇട്ട് ആണ് ഇപ്പോൾ കടലിലുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററും ഈ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലും അവിടെ എത്തി അവരുടെ രക്ഷാപ്രവർത്തനം ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷിപ്പിൽ 24 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 24-ൽ 15 പേരെയാണ് ഇപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. 9 പേരെ രക്ഷിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത്. ഈ ആദ്യം തുടക്കത്തിൽ ഈ ഒരു വസ്തു കടലിൽ കണ്ടതായിട്ടായിരുന്നു ആദ്യം കോസ്റ്റ് ഗാർഡിന് ലഭിച്ച വിവരം. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വിഴിഞ്ഞത്ത് നിന്നും ഇന്നലെ പുറപ്പെട്ട കപ്പൽ, അതാണ് കൊച്ചിയിൽ 38 നോട്ടിക്കൽ മൈലിനകലെ
കൊച്ചി തീരത്ത് വീണതായി മനസ്സിലാകുകയും പിന്നീട് അതിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഹെലികോപ്റ്റർ അടക്കമുള്ള നേവിയുടെ ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട്. എത്രയും വേഗം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ലൈഫ് ജാക്കറ്റ് ഇട്ട് ആണ് ഇപ്പോൾ അവരുടെ ജീവൻ ഇപ്പോൾ കടലിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേവിയുടെ ഷിപ്പും കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഈ ബാക്കിയുള്ള 15 ജീവനക്കാരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നവമി, ഇത് 6 തൊട്ട് 8 വരെ കണ്ടെയ്നറുകളൊക്കെ ഒഴുകി നടക്കാനുള്ള ഒരു സാധ്യത ഒക്കെ ഈ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ വരുമ്പോൾ കടലിൽ പോകുന്നവർക്കുള്ള പ്രത്യേക മുന്നറിയിപ്പുകൾ ആ ഒരു തരത്തിലുണ്ടോ? ഒരുപക്ഷെ തീരദേശ മേഖല അങ്ങനൊരു ആശങ്കയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അവന് എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് ആ ഭാഗത്തേക്ക് പോകരുതെന്നൊരു നിർദ്ദേശമാണ് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ഇത്രയും അപകടകരമായിട്ടുള്ള വസ്തുവാണ്, മറൈൻ ഓയിലാണ് അതിലുള്ളത്. അത് ഒഴുകി നടക്കുന്നതും അത് വലിയൊരു അപകടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മത്സ്യബന്ധനത്തിനൊക്കെ അങ്ങോട്ടേക്ക് പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഇത് തീരത്തടിഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ അത് കാണുവാനോ അല്ലെങ്കിൽ അത് തൊട്ടു നോക്കാനോ ഒന്നും അടുത്തേക്ക് വരരുതെന്ന കർശന നിർദ്ദേശം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്നും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇത് കൊച്ചിക്ക് അടുത്ത് തന്നെ, അതായത് 38 മൈൽ നോട്ടിക്കൽ അകലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒഴുകി കൊച്ചി തീരപ്രദേശങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. ഇത് കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം കൂടി ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ കോസ്റ്റ് ഗാർഡ് നൽകിയിട്ടുണ്ട്. ഈ കപ്പൽ ചരിഞ്ഞതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കപ്പൽ ചരിഞ്ഞത് കൊണ്ടാണ് അതിലുണ്ടായിരുന്ന കാർഗോ പുറത്തേക്ക് വീഴാനുണ്ടായ സാഹചര്യം എന്നുകൂടി അറിയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറൈൻ ഗ്യാസ് ഓയിലാണ് എന്ന സ്ഥിരീകരണം കൂടി ലഭ്യമാകുന്നുണ്ട്. അത് അപകടകരമായിട്ടുള്ള സാഹചര്യം ആയതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അത് കാണുവാനോ അല്ലെങ്കിൽ അതിനെ തൊട്ടു നോക്കാനോ ഒന്നും ആ ഭാഗത്തേക്ക് പോകരുത്. മത്സ്യബന്ധനത്തിന് പോലും മത്സ്യത്തൊഴിലാളികൾക്കും വലിയ രീതിയിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായിട്ടുള്ള ഓയിൽ ആയതിനാൽ അതിന്റെ അടുത്തേക്ക് പോവുകയോ ആ കാർഗോ തൊട്ടു നോക്കാനുള്ള വിധത്തിലേക്കൊന്നും ജനങ്ങൾ മുതിരരുത് എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ സംഭവസ്ഥലത്ത് അതായത് മറൈൻ ഗ്യാസ് ഓയിൽ കപ്പലിൽ നിന്ന് ചോർന്നിരിക്കുന്നത് മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവ ചോർന്നതായിട്ടുള്ള വിവരമാണ് വരുന്നത്. നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശം കേട്ടതാണ്. വി അരുൺ, ഇതേത് തരത്തിൽ ഈ വിഷയത്തെ പരിഹരിക്കാം എന്നുള്ളൊരു ധാരണയുണ്ടോ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രത്തോളം ജാഗരൂകരാകണമെന്ന് കൂടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്? അതിലുണ്ടായിരുന്ന കണ്ടെയ്നറിലുണ്ടായിരുന്ന വസ്തു എന്താണോ അത് പുറത്തു വരാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ആ രീതിയിൽ, അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. അത് പുറത്തു വന്ന് അദ്ദേഹത്തിൽ ആളുകൾക്ക് അപകടമുണ്ടാക്കും, അതിനുള്ള സന്ദേശമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ആളുകളെ രക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, നേവിയും ഒക്കെ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയൊരു ഫീഡർ കപ്പലാണത്. അതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിലുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനും അപ്പുറത്തേക്കുള്ള കാര്യമാണ് ഇപ്പോൾ ജനങ്ങളെ എങ്ങനെ ബാധിക്കും ഈ ഒരു അപകടം. സ്വാഭാവികമായും ഒരു വലിയൊരു അപകടമാണ്. ഇനിയും ജീവനക്കാരെ രക്ഷിക്കാനുണ്ട്. അതുകൂടാതെ ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിലുള്ള ഉള്ളിലുള്ള ഈ ഓയിൽ പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ അത്ര കണ്ടെയ്നർ വരുമ്പോൾ സ്വാഭാവികമായ ഒരു കൗതുകത്തിന്റെ പേരിലെങ്കിലും ആളുകൾ അത് തുറന്നു വെക്കുക. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, ഇത് ഏത് തരത്തിലാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇത് ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇക്കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള മെസ്സേജ് ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ കൊച്ചിയിൽ നിന്നൊരു 38 നോട്ടിക്കൽ മൈൽ അകലെ ആണ് ഈ സംഭവം നടന്നത്. MSCയുടെ എൽസ എന്ന് പറയുന്ന ഷിപ്പിൽ നിന്നാണ് ഒരു കണ്ടെയ്നർ വെള്ളത്തിൽ വീണത്. ആ കണ്ടെയ്നർ ഉണ്ടായിരുന്ന ഉള്ളടക്കം എന്താണെന്നുള്ളത് പരിശോധിക്കാനും അതിൽ നിന്ന് ഷിപ്പിനോ മറ്റിതിനുള്ള വരും പ്രത്യാഘാതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും എല്ലാം കോസ്റ്റൽ ഗാർഡും സെക്യൂരിറ്റി വിങ്ങും എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. കാര്യത്തിൽ അവർ ജാഗ്രതയോടെ നീങ്ങുന്നുണ്ട്. എന്നാലും പൊതുജനങ്ങൾക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു.
ഈ കാര്യത്തിൽ ആ പ്രദേശത്തുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും അങ്ങോട്ട് യാത്രയായി പോകുന്നവരും എല്ലാം താൽക്കാലികമായി ആ യാത്രകളും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ, ഇതിപ്പോ കൊച്ചി ഭാഗത്തേക്കാണല്ലോ, അതായത് ഒരു മധ്യ കേരളം തൊട്ട് അങ്ങോട്ട് അല്ലെ, ഒരു വടക്കൻ കേരളം വരെ, അത് അത്രയും ഭാഗത്തേക്ക് ഈ ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? എത്ര കേരളം തീരം മുഴുവൻ ഈ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിയാണോ? ഇല്ല. ഞാൻ കൃത്യമായ കണക്ക് പറഞ്ഞത് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം. 1.8 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ കിലോമീറ്റർ തന്നെ പൂർത്തീകരിച്ച് പറയാനാണ് വന്നത്. ഇതിപ്പോ തീരത്തെത്തിയാൽ അത് തുടരുത് എന്നടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അധികൃതർക്ക്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു എക്സ്പ്ലോസീവ് സാധ്യതയുണ്ടോ? അങ്ങനെ ആശങ്കപ്പെടുന്നുണ്ടോ? അല്ല, അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിന് പരിശോധിക്കാൻ വേണ്ടിയുള്ള എല്ലാ കൂട്ടരും നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അവരുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് പറയാം. മിനിസ്റ്റർ, അതോടൊപ്പം ഈ ഇതിനകത്ത് കുടുങ്ങിയിരിക്കുന്ന ജീവനക്കാരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം അത് ഏത് തരത്തിലാണ്? നമുക്ക് അതുകൊണ്ട് തന്നെ അത് തന്നെ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന കടലിലെ വിങ്ങുണ്ട്, അവരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കോസ്റ്റൽ ഗാർഡ്സ് ഉണ്ട്. പിന്നീട് ഇതിൽ സെക്യൂരിറ്റി സംവിധാനത്തിൽ ഇടപെടുന്ന കൂട്ടർ, ഇവരെല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ട് അവരെല്ലാം സംരക്ഷിക്കും.